ലാലിഗയിൽ കഴിഞ്ഞ 3 മത്സരങ്ങളും റയൽ മാഡ്രിഡിന് സമനിലയായിരുന്നു. എൽച്ചെ, റയേ വല്ലക്കാനോ, ജിറോണ എന്നീ ടീമുകളോടായിരുന്നു റയൽ മാഡ്രിഡ് സമനിലയായത്. ആ മത്സരങ്ങളിലും റയൽ മാഡ്രിഡ് അത്ര മികച്ച പെർഫോമൻസ് ഒന്നും കാഴ്ചവെച്ചിട്ടില്ലായിരുന്നു. അതോടെ റയൽ മാഡ്രിഡ് 1-ാം സ്ഥാനം കൈവിട്ടു. ആ അവസരം മുതലാക്കി ബാർസലോണ 4 പോയിന്റ് ലീഡിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. അതിനാൽ തന്നെ റയൽ മാഡ്രിഡിന് ഈ മത്സരം നിർണായകമാണ്. ബാർസലോണയുമായുള്ള ആ 4 പോയിന്റിൽ അവർക്ക് പോയിന്റുകൾ കുറക്കണമെങ്കിൽ ഈ മത്സരം വിജയിച്ചേ മതിയാകൂ. എതിരാളികളായിട്ട് അത്ലറ്റിക്കോ ക്ലബ്ബാണ്. റയൽ മാഡ്രിഡിന് ഈ മത്സരം ജയിച്ചേ മതിയാകൂ. കാരണം കഴിഞ്ഞ 3 മത്സരങ്ങളിലും അവരെ സംബന്ധിച്ച് മോശം റിസൾട്ട് തന്നെയായിരുന്നു. മത്സരം നടക്കുന്നത് അത്ലറ്റിക്കോ ക്ലബിന്റെ ഹോം ഗ്രൗണ്ടായ സാൻ മാംസ് എന്ന സ്റ്റേഡിയത്തിലാണ്. സാബി അലൻസോ കളത്തിലേക്ക് നിരത്തിയ ടീം മികച്ച ടീം തന്നെയായിരുന്നു. കൊർട്ടോവയും അർണോൾഡും എഡർ മിലിറ്റാവയും റോഡ്രിഗറും കരേസസും വാൽവർദയും കമവിംഗയും ചൗമേനിയും ബെല്ലിംഗ്ഹാമും പിന്നെ വിനീഷ്യസും എംബാപ്പയും അടങ്ങിയ കിടിലൻ നിര തന്നെയാണ്. മത്സരം തുടങ്ങി 4-ാം മിനിറ്റിൽ തന്നെ വിനീഷ്യസ് ഒരു ലോങ് റേഞ്ചർ തൊടുത്തുവിടുന്നുണ്ട്. പക്ഷേ അത് ഗോൾ കീപ്പർ ഉനൈ സിമോൺ സേവ് ചെയ്യുന്നു. റൈറ്റ് ബാക്കിൽ നിന്നും ഒരു ക്രോസ് മധ്യനിരയിൽ നിന്നും എംബാപ്പെ തന്റെ കാലുകൾ കൊണ്ട് 8-ാം മിനിറ്റിൽ സ്വീകരിക്കുന്നു. ആ ബോൾ സ്വീകരിക്കുമ്പോൾ അയാളെ ഒപ്പമുണ്ടായ താരത്തെ ടേൺ ചെയ്ത് പന്തുമായി മുന്നേറുന്നു. വീണ്ടും അയാൾക്ക് മുമ്പിൽ ഡിഫൻസ് ഉണ്ടായിരുന്നു. എന്നാൽ അവരെയും ട്രിബിൾ ചെയ്ത് എംബാപ്പെ ഒരു കിടിലൻ ലോങ് റേഞ്ചർ ഷോട്ട് പോസ്റ്റിന്റെ ടോപ്പ് കോർണറിൽ പതിപ്പിക്കുന്നു. ഉനൈ സിമോണിന് മറുപടിയില്ലായിരുന്നു. എംബാപ്പെ സെലിബ്രേറ്റ് ചെയ്യുന്നു. എന്നത്തെയും പോലെ ഇന്നത്തെ മത്സരത്തിലും എംബാപ്പെ റയൽ മാഡ്രിഡിന്റെ രക്ഷകനായി വരികയാണ്. എന്നാൽ മത്സരത്തിന്റെ 30-ാം മിനിറ്റിൽ അത്ലറ്റിക്കോ ക്ലബ്ബ് ആ ഗോൾ മടക്കിയടിച്ചെന്ന് ഉറപ്പിച്ചതായിരുന്നു. അവിടം ടിബോ കോർട്ടുവ റയലിന്റെ രക്ഷകനായി. മത്സരത്തിന്റെ 37-ാം മിനിറ്റിൽ വിനീഷ്യസിന് ഒരവസരം കിട്ടി. പക്ഷേ അയാൾ തൊടുത്ത ഷോട്ട് പവറില്ലാത്തത് കൊണ്ട് തന്നെ ഉനൈ സിമോൺ കയ്യിലൊതുക്കുന്നു. മത്സരത്തിന്റെ 41-ാം മിനിറ്റിൽ റയൽ മാഡ്രിഡ് 2-ാമത്തെ ഗോളും സ്കോർ ചെയ്യുകയാണ്. ബെല്ലിംഗ്ഹാമിൽ നിന്ന് പന്ത് റൈറ്റ് സൈഡിലുള്ള അർണോൾഡിലേക്ക്. അർണോൾഡ് എംബാപ്പയെ ലക്ഷ്യമാക്കി ക്രോസ് ചെയ്യുന്നു. എംബാപ്പയ്ക്ക് സിമ്പിളായി ആ ബോൾ ഫിനിഷ് ചെയ്യാമായിരുന്നെങ്കിലും അതയാൾ ഹെഡ് ചെയ്ത് കമവിംഗയിലേക്ക് പാസ് ചെയ്യുന്നു. എന്നാൽ ഫ്രീ ആയി കമവിംഗ സ്കോർ ചെയ്യുകയാണ്. റയൽ മാഡ്രിഡ് 2 ഗോളിന് മുന്നിലെത്തുന്നു. അങ്ങനെ അതോടുകൂടി മത്സരം ഹാഫ് ടൈമിലേക്ക്. മത്സരത്തിന്റെ 48-ാം മിനിറ്റിൽ അത്ലറ്റിക്കോ ക്ലബ്ബ് ഒരു ലോങ് റേഞ്ചർ എടുക്കുന്നുണ്ട്. എന്നാൽ അതും കോർട്ടുവ തന്റെ മാന്ത്രിക കൈകൾ കൊണ്ട് സേവ് ചെയ്യുന്നു. മത്സരത്തിന്റെ 58-ാം മിനിറ്റ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് എംബാപ്പയിലേക്ക് കരേസസ് പന്ത് കൈമാറുന്നു. പന്ത് സ്വീകരിച്ച എംബാപ്പെ ഒരു നിമിഷം പന്ത് തന്റെ കാലിൽ ഹോൾഡ് ചെയ്തു. തന്നെ പ്രഷർ ചെയ്യാനോ ബ്ലോക്ക് ചെയ്യാനോ ആരും മുമ്പിലില്ലായിരുന്നു. അവിടെ നിന്ന് തന്നെ പോസ്റ്റിലേക്ക് ഒരു ലോങ് റേഞ്ചർ ഷോട്ട് എടുക്കുന്നു. ഗോൾ കീപ്പർ ഉനൈ സിമോൺ ഇപ്പോഴും അയാളുടെ മാന്ത്രികതയ്ക്ക് മുമ്പിൽ കീഴടങ്ങുകയാണ്. വാട്ട് എ ഗോൾ! എന്തൊരു മനോഹരമായിട്ടാണ് അയാൾ ആ ഗോൾ വലകളെ ചലിപ്പിക്കുന്നത്. അതിനുശേഷം എംബാപ്പയുടെ ഒരു വെറൈറ്റി സെലിബ്രേഷനും കാണാം. ഇതുവരെ എംബാപ്പ സെലിബ്രേറ്റ് ചെയ്യാത്ത ഒരു തരം പുതിയ സെലിബ്രേഷൻ. ഉനൈ സിമോണും അത്ലറ്റിക്കോ ക്ലബ്ബ് താരങ്ങളും അയാൾക്ക് മുമ്പിൽ കീഴടങ്ങുകയാണ്. അങ്ങനെ മത്സരം 3-0 എന്ന സ്കോറിൽ റയൽ മാഡ്രിഡ് വിജയിക്കുന്നു. സമനിലയുടെ ബാണ്ടക്കെട്ടുകളിൽ നിന്നും റയൽ മാഡ്രിഡ് തിരിച്ചു വരികയാണ്. എംബാപ്പയെക്കുറിച്ച് ഒരിക്കലും പറയാതിരിക്കാൻ വയ്യ. ഗോളടിവേട്ട തുടർന്നുകൊണ്ടിരിക്കുകയാണ് കിലിയൻ എംബാപ്പെ. അത്ലറ്റിക്കോ ബിൽബാവയ്ക്കെതിരെ ഇരട്ട ഗോളുകൾ നേടിയതോടെ ഈ സീസണിൽ 24 മത്സരങ്ങളിൽ നിന്ന് 30 ഗോളുകളുമായി അയാൾ ബഹുദൂരം മുന്നേറുകയാണ്. 6 അസിസ്റ്റുകൾ സ്വന്തം പേരിൽ കുറിച്ച റയൽ മാഡ്രിഡ് താരം ഗോൾ പങ്കാളിത്തം ഇതുവരെ 36ആയി.